ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മാങ്ങിയിട്ട് വെച്ച ഒരു മീൻകറി ചെയ്യാം. ഇതുവരെ ഞാൻ ചെയ്ത മീൻകറികളൊക്കെ കുടംപുളിയാണ് ഇട്ടേക്കണേ. ഇത് ഞാൻ മാങ്ങിയിട്ട് വെക്കാൻ നോർത്തു. അപ്പോൾ നമുക്ക് അത് വേളൂരിയാണ് എടുത്തേക്കണേ കേട്ടോ. ഒരു 1/2 കിലോ വേളൂരിയാണ് ഇതിന് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണതെന്ന് കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. അതുമാത്രമല്ല, വെക്കുന്ന രീതിയും നമുക്ക് എളുപ്പത്തിലുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മാത്രമല്ല, എല്ലാ ദിവസവും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് വേഗം കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മൾ കറി എങ്ങനെ വെക്കണമെന്ന് ഒന്ന് നോക്കാം. നമ്മൾ 1/2 കിലോ മീൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാങ്ങ മതി. നമ്മൾ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഒരു വലുതും ഒരു ചെറിയ മാങ്ങ. അത് നമുക്കൊന്ന് നല്ലതുപോലെ തൊലി ചെത്തിയെടുക്കാം. ഞാൻ പീലർ വെച്ചാണ് ചെത്തണത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശത്തേക്ക് അധികം മാങ്ങ ഒന്നും പോവില്ല. ആ തൊലി മാത്രം നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും. നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു വലുതും ഒരു ചെറുതുമായിട്ട് എടുത്തത്. ഇത് നമുക്കിനി ഇത് കഷ്ണങ്ങളാക്കി എടുക്കണം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വെട്ടി തേച്ച് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി അത് കറി വയ്ക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ആദ്യം താളിച്ചിട്ടാണ് മീൻ വെക്കാറ്. ഇത് ഞാൻ എല്ലാം കൂടി കൂട്ടി അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി ശരിയായി കിട്ടും. അതിലേക്ക് 1 സ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ വേണ്ട, 1/4 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വേപ്പില, 1 സ്പൂണോളം ഇഞ്ചി ചതച്ചത്, പിന്നെ 15 ഉള്ളി ചതച്ചത്. എല്ലാം ഞാൻ ചതച്ചാണ് എടുത്തേക്കണേ. 1/2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 4 വലിയ പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കണം. ഇനി എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു മുറി തേങ്ങ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്താണ് മിക്സിയിലടിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ അത് പിഴിഞ്ഞ് എടുക്കാം. മീൻ കുറവായതുകൊണ്ട് ഞാൻ ആ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിൽ ചേർക്കണുള്ളൂ. മീൻ ചാറ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1/2 ഗ്ലാസ് കൂടി വെള്ളം പീരലൊഴിച്ച് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ലെവലിൽ മാത്രം വെള്ളം വെച്ചാണ് കറി വയ്ക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആ 2 മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വെളൂരി എന്ന് പറയുന്ന ചെറിയ മീനായതുകൊണ്ട് തന്നെ ഈ മാങ്ങ വേവണ അത്ര സമയം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത്രയും സമയം കൊണ്ട് അത് വെന്ത് കിട്ടും. ഇപ്പോൾ നമുക്കിനി ഒന്ന് മൂടി മാറ്റി ഒന്ന് ഈ പാത്രം ഒന്ന് പതുക്കെ വട്ടം ചുറ്റിച്ച് വയ്ക്കാം. അതുപോലെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ തലപ്പാൽ മാറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ മെയിനൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാങ്ങിയിട്ട് മീൻ കറി വയ്ക്കുമ്പോൾ നമ്മൾ തലപ്പാൽ ഒഴിക്കാൻ മുന്നേ ഫ്ലെയിമിൽ ഓയിലിട്ട് കൊടുക്കണം. തീ കൂടിയാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് ആ പാലൊന്ന് എല്ലായിടത്തേക്ക് ആക്കി കൊടുക്കാം.
തിള വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുക്കാം. കയ്യിലിട്ട് മീൻ അധികം ഇളക്കരുത്, പെട്ടെന്ന് പൊടിഞ്ഞു പോകും, ചെറിയ മീനാണ്. തിളച്ച് വന്നിട്ടുണ്ട്. എല്ലായിടത്തും തിള എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും തിളയായി. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് കറി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് താളിച്ചിടാനുള്ള ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 വലിയ മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 10-15 ഉള്ളി ചെറുതാക്കി നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ശരിക്കും മൂപ്പിച്ചെടുക്കുക. മീൻകറിയിൽ കടുക് പൊട്ടിക്കാറുള്ളവരാണെങ്കിൽ കടുക് പൊട്ടിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ മീൻകറിയിൽ കടുക് പൊട്ടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും മൂത്ത് വന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി, അത് വെളൂരി മീൻകറി റെഡിയായി കഴിഞ്ഞു. കാണാനുള്ള ആ ഒരു ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കറി. മാങ്ങിട്ട് വെച്ചതായതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ഉണ്ട് ഇതിന്. എല്ലാവരും ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടാതിരിക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അത്രയും ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വെളൂരിയും കൊഴുവയൊക്കെ കറി വയ്ക്കുമ്പോൾ മുളക് ഇത്തിരി കുറച്ചിട്ടാൽ മതി. എരിവ് വേണമെന്ന് തോന്നിയാൽ തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അത്രയും പോലും ചുവന്ന മുളക് കുറയ്ക്കുക. കാരണം ഈ കറി എപ്പോഴും ഈ ഒരു കളറിലിരിക്കുന്നതാണ് ഏറ്റവും ഭംഗിയും അതുപോലെ കഴിക്കാനൊരു ടേസ്റ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.